ശ്രീ രമേശ് ചെന്നിത്തല നമ്മോടൊപ്പം ചെയ്യുന്നു. ശ്രീ രമേശ് ചെന്നിത്തല, പി വി അൻവറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അറസ്റ്റിനെ ഭരണകൂട ഭീകരത, പോലീസ് വേട്ട എന്ന വ്യാഖ്യാനമാണ് പി വി അൻവർ നൽകുന്നത്. കോൺഗ്രസിന്റെ പ്രതിനിധി രീതിയിൽ അങ്ങ് ഇതിനെ എങ്ങനെ കാണുന്നു ഈ അറസ്റ്റിനെ? ഈ രാത്രിയിൽ 10 മണിക്ക് ഒരു MLA പോലീസ് വലിയ സന്നാഹത്തോടു കൂടി ഒന്ന് അറസ്റ്റ് ചെയ്യാൻ എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ആനകുത്തിക്കൊന്ന നടപടി സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കോതമംഗലത്ത് ഇതുപോലെ മാത്യു കോഴനാട് MLA-യും കുന്നപ്പള്ളി MLA-യും മുഹമ്മദ് ഷിയാസ് എറണാകുളം DC പ്രസിഡന്റും കൂടി സമരം ചെയ്തപ്പം അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന പോലീസ് ഞാനവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് തെറ്റായ നടപടിയാണിത്. അന്ന് ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. പി വി അൻവറുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അത് വേറൊരു കാര്യമാണ്. പക്ഷേ ഒരു MLA രാത്രിയിൽ അറസ്റ്റ് ചെയ്യേണ്ട 2 വർഷം അദ്ദേഹം ഒളിച്ചോടി പോകും. അപ്പൊ അതൊക്കെ തെറ്റായ നടപടിയാണ്. കേരളത്തിന് യോജിച്ച ഒരു പോലീസ് നടപടി അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തെറ്റായ നടപടി എന്ന് പറയുമ്പോഴും ഒരു പകവിട്ടൽ നടപടി എന്ന വ്യാഖ്യാനത്തിലേക്ക് പോകാൻ കഴിയും, പ്രത്യേകിച്ച് കളം മാറിയ പി വി അൻവറുമായുള്ള സർക്കാരുമായുള്ള പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയാൽ അവർക്ക് പിന്തുണ, മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ. ഇതാണ് അവർ സ്വീകരിക്കുന്ന സമീപനമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ല. അതായത് CPM അനുകൂലമായി നിന്നാൽ കേസുണ്ടാകില്ല, എതിർത്താൽ കേസുണ്ടാകും. ഗവൺമെന്റിന് അനുകൂലമായി നിന്നാൽ കേസില്ല, അല്ലാത്തവർക്കെതിരെ കേസുണ്ടാകും. ഈ കേസും അത്തരത്തിലൊരു പകവീട്ടലാണെന്നാണ് പറയുന്നത്. അല്ല, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമല്ല ഇതെന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് ഈ പ്രതിഷേധത്തിന്റെ കോസ് എന്ന് പറയുന്നത് വനം വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു ജനകീയ യാത്രയ്ക്ക് പി വി അൻവർ MLA നടത്തുന്നുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരത്തിൽ കേസുകൾ വരുന്നത് സ്വാഭാവികമാണ്. ഈ രാത്രി വൈകിയുള്ള അറസ്റ്റ് ഒരു നാടകീയതയായി കരുതുന്നുണ്ടോ അങ്ങ്? അല്ല, ഇതിനകത്ത് ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് പോലീസ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞങ്ങളുമൊക്കെ പോലീസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ള ആളുകളാണ്. പോലീസ് ഈ അർദ്ധരാത്രി MLA അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ ഇത് പോലീസ് ഏകപക്ഷീയമായി രാഷ്ട്രീയ പ്രേരിതമായി ചെയ്യുന്ന നടപടിയാണ്. ഇത് അപലപനീയമാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഈ നടപടി എന്തായാലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. തെറ്റായ നടപടിയാണ്. അതാണ് എനിക്ക് പറയാം. വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഈ പി വി അൻവറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ? കാര്യങ്ങളൊന്നും എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഞാൻ നേരത്തെ ഉണ്ടായ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ശരി, വ്യക്തമാണ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ച ശ്രീ രമേശ് ചെന്നിത്തല.